നമസ്കാരം. ലോകമാതാവായ ആദിപരാശക്തി തന്റെ ഭക്തരെ കാത്തുരക്ഷിക്കുന്നതിനായി പല നാമങ്ങളിൽ പല സ്ഥലങ്ങളിൽ കോവിൽ കൊണ്ടിരിക്കുന്നു. എന്നാൽ അമ്മൻ തലകീഴായി നിന്ന് ഭക്തർക്ക് ദർശനം കൊടുക്കുന്ന നാമക്കല്ലിലുള്ള അത്യപൂർവ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു അഴിയ ഇലങ്കയമ്മൻ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാമക്കൽ ജില്ലയിൽ രാശിപുരത്തിനടുത്ത് കൂനവേലമ്പട്ടി പുതൂർ ഗ്രാമത്തിലുള്ള ആലവായ് മലയടിവാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആദിപരാശക്തിയുടെ അംശമായ അമ്പാൾ അഴിയ ഇലങ്കയമ്മൻ എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. ഈ ക്ഷേത്രത്തിന് ആയാക്കോവിൽ എന്നും നാമമുണ്ട്. മറ്റെങ്ങും കേൾവിപ്പെട്ടിട്ടില്ലാത്ത വിധം അമ്മൻ തന്റെ ഭക്തർക്ക് തലകീഴായി ദർശനം കൊടുക്കുന്ന പുണ്യക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ത്രേതായുഗത്തിൽ രാമായണ കാലഘട്ടത്തിൽ ലങ്കാധിപതി രാവണൻ കവർന്നുകൊണ്ടുപോയ സീതാദേവിയെ തേടി ആഞ്ജനേയർ ലങ്കയിലെത്തിയപ്പോൾ വടക്ക് വാതിലിൽ കാവൽ നിന്നിരുന്ന ലങ്കാലക്ഷ്മി എന്ന ഇലങ്കയമ്മൻ തടഞ്ഞു. 8 കരങ്ങളിൽ ആയുധത്തോടെ നിന്നിരുന്ന ഇലങ്കയമ്മനെ നിഷ്പ്രഭമാക്കി ആഞ്ജനേയർ തന്റെ വാലുകൊണ്ട് ചുരുട്ടിയെടുത്ത് എറിഞ്ഞു. ഇലങ്കയമ്മൻ തലകീഴായി വന്നു വീണ ഇടമാണ് കൂനവേലൻപട്ടി പുതൂർ എന്നാണ് പറയുന്നത്. ലങ്ക നശിക്കുന്നതിന് മുമ്പ് ദേവി ഇവിടെ വന്ന് ചേർന്നതിനാൽ അഴിയാത്ത ഇലങ്കയമ്മൻ, അതായത് നശിക്കാത്ത ഇലങ്കയമ്മൻ എന്നും പിന്നീടത് അഴിയ ഇലങ്കയമ്മൻ എന്നുമായി ചുരുങ്ങി. ഈ ഐതിഹ്യം സാധൂകരിക്കും വിധം കോവിൽ തൂണുകളിൽ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ആഞ്ജനേയർ ശിലകളുണ്ട്. ഈ ക്ഷേത്രത്തിലെ അമ്മൻ ശില പാർവതിയും ശിവനും ചേർന്ന അഴകിയ ലിംഗവടിവത്തിൽ ഉള്ളതിനാൽ അഴകിയ ലിംഗ അമ്മനാണ് പിന്നീട് അഴിയ ഇലങ്കയമ്മനായി മാറിയത് എന്നും വാദമുണ്ട്. വേറൊരു പുരാണ പ്രകാരം അശോകവനത്തിൽ സീതാദേവിക്ക് കാവൽ നിന്നിരുന്ന ദൈവിക ഗുണമുള്ള സഹോദരികളായ 2 അസുര സ്ത്രീകളാണ് ഇവിടെ കുടികൊണ്ടിരിക്കുന്ന ഇലങ്കയമ്മനും ഇവിടെ നിന്നും 5 കിലോമീറ്റർ ദൂരത്തിൽ കുടികൊണ്ടിരിക്കുന്ന അത്തന്നൂർ അമ്മനും എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ കുടികൊണ്ടിരിക്കുന്ന ഇലങ്കയമ്മന് 27 കുഞ്ഞുങ്ങളും അത്തന്നൂർ അമ്മന് കുഞ്ഞുങ്ങളില്ല എന്നുമാണ് കഥ. ഒരു നാൾ അത്തന്നൂർ അമ്മൻ ഇലങ്കയമ്മനെ കാണാനായി ഇവിടെ എത്തിയപ്പോൾ ദൃഷ്ടിയേൽക്കുമെന്ന് ഭയന്ന് ഇലങ്കയമ്മൻ തന്റെ കുഞ്ഞുങ്ങളെ കൂടക്കുള്ളിൽ ഒളിച്ചുവെച്ച് കുഞ്ഞുങ്ങൾ കളിക്കാൻ പോയി എന്ന് പറഞ്ഞത്രേ. ദുഃഖത്തോടെ അത്തന്നൂർ അമ്മൻ തിരിച്ചു പോയതും കൂടെ തുറന്നു നോക്കിയ ഇലങ്കയമ്മൻ കണ്ടത് കുഞ്ഞുങ്ങൾ അത്രയും പുഷ്പങ്ങളായി മാറിയതാണ്. പിന്നീട് സഹോദരിയുടെ അടുത്തെത്തി തെറ്റ് ഏറ്റു പറഞ്ഞതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ പഴയപടിയായത് എന്നാണ് പറയുന്നത്. ഈ 27 കുഞ്ഞുങ്ങളെ നക്ഷത്രങ്ങളായി കണക്കാക്കി ഭക്തർ ആരാധിക്കുന്നു. ഏത് രാശിക്കാർക്കും വന്ന് പ്രാർത്ഥിച്ചു പോവാൻ പറ്റിയ ക്ഷേത്രമാണിത്. അത്തന്നൂർ അമ്മന് ക്ഷേത്രത്തിൽ സന്നിധിയുണ്ടെന്ന് മാത്രമല്ല ആദ്യ പൂജയും അമ്മന് നടത്തുന്നു. വേറൊരു പുരാണ പ്രകാരം ലങ്കാധിപതി രാവണന്റെ സഹോദരിയും ലങ്കയുടെ റാണിയുമായ ശൂർപ്പണഖയാണ് ഈ അഴിയ ഇലങ്കയമ്മൻ എന്നും പറയപ്പെടുന്നു. അപ്രകാരമാണെങ്കിൽ ശൂർപ്പണഖയ്ക്കുള്ള ഭാരതത്തിലെ ഒരേയൊരു ക്ഷേത്രവും ഇതാണ്. ആദ്യകാലങ്ങളിൽ നിബിഡ വനമായിരുന്ന ഈ പ്രദേശത്ത് ഒരു പശു ദിനവും വന്ന് പാൽ ചുരുത്തുന്നത് കണ്ട് അതിന്റെ യജമാനൻ ഇവിടെ എത്തുകയും അദ്ദേഹത്തിന് ഭഗവതി സ്വപ്നദർശനം കൊടുത്ത് താൻ ഇവിടെ കുടികൊണ്ട ചരിത്രം വിവരിക്കുകയും തനിക്കായി ഒരു കോവിൽ നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ചെറിയ പന്തലിട്ട് ആരംഭിച്ച ക്ഷേത്രം ഇന്നിപ്പോൾ പടിപടിയായി വളർന്ന് 5 ഏക്കറിൽ കാണപ്പെടുന്നു. മനോഹരമായി പരിപാലിക്കപ്പെടുന്ന ഈ ക്ഷേത്രം കൊങ്കുവെള്ളാളർ സമുദായത്തിന്റെ ചെമ്പോത്ത് കുല ആളുകളാൽ നിർവ്വാഹം ചെയ്യപ്പെട്ടു വരുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന അതിശയം എന്തെന്നാൽ മണ്ടക്കാട്ട് ഭഗവതിയമ്മൻ പോലെ ഒരു വലിയ മൺപുറ്റിനു മുകളിൽ ദേവിയുടെ കാൽപാദങ്ങൾ മാത്രമാണ് ഭക്തർക്ക് കാണാനാവുക. അമ്മൻ ഉടൽ നിലത്തും പാദം മുകളിലുമായി തലകീഴായാണ് ദേവി ഭക്തർക്ക് ദർശനം തരുന്നത്. വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് അമ്മൻ മുഖം പാദത്തിനു മുകളിൽ വയ്ക്കുന്നത്. ഈ മണ്ണിന്റെ അമ്മൻ കാൽപാദങ്ങൾ ഇന്നുവരെ എത്ര ആയിരം കുടം ജലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടും അലിഞ്ഞുപോയിട്ടില്ല. അതുമാത്രമല്ല അഭിഷേകം ചെയ്യുന്ന ജലം എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല. കാരണം മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ അഭിഷേക ജലം പുറത്തേക്ക് പോകാൻ ഇവിടെ ഗോമുഖിയില്ല എന്നതാണ് അതിശയം. 4 ചുറ്റും വലിയ മതിലുകളോടെയും പ്രവേശന കവാടത്തോടെയുമുള്ള അഴിയ ഇലങ്കയമ്മൻ കോവിലിൽ മുൻവശത്ത് ഒരു ദീപസ്തംഭം. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അഷ്ടലക്ഷ്മി മണ്ഡപം. കോവിലിന് 3 വാതിലുകൾ. കിഴക്ക് വാതിലും വടക്ക് വാതിലും ഭക്തർക്കായി എപ്പോഴും തുറന്നിരിക്കും. പടിഞ്ഞാറ് വാതിൽ ഉത്സവകാലങ്ങളിൽ മാത്രമാണ് തുറക്കുക. വടക്ക് വാതിലിന് മുന്നിൽ 25 അടി ഉയരത്തിലും വടക്ക് വാതിലിലേക്ക് പോകുന്ന വഴിയിൽ 10 അടി ഉയരത്തിലുമുള്ള 2 കൊടിമരങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അമ്മൻ കരുവറയ്ക്ക് മുന്നിലായി 16 കാൽ മണ്ഡപം. ഇവിടെയുള്ള ഒരു വട്ടക്കല്ലിൽ ഭക്തർ നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പുള്ള പൂനോക്കൽ നടത്തുന്നു. 2 പൊതികളിൽ വെള്ളയും ചുവപ്പും പൂക്കൾ വെച്ച് പൂജാരി ചെറിയ കുട്ടികളോടോ ആവശ്യക്കാരോടോ എടുക്കാൻ നിർദ്ദേശിക്കുന്നു. ചുവന്ന പുഷ്പം വന്നാൽ ശുഭം, അല്ലെങ്കിൽ ഇല്ല എന്നിങ്ങനെയാണ് ഫലങ്ങൾ. അവിടെ തന്നെ അമ്പാളെ വിശേഷ ദിവസങ്ങളിൽ ഇരുത്തി ആട്ടുന്ന ഒരു ഊഞ്ഞാലുമുണ്ട്. സാധാരണ അമ്മൻ ക്ഷേത്രങ്ങളിൽ ഇത് കാണാറുണ്ടെങ്കിലും ഇവിടെയുള്ള ഈ ഊഞ്ഞാലിന് പിന്നിലൊരു കഥയുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ദേവിയുടെ ഭക്തരായിരുന്ന ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ കാണാതായി. ഒടുവിൽ കുഞ്ഞിനെ തേടി വന്ന അമ്മ കണ്ടത് ദേവി കുഞ്ഞിനെ ഊഞ്ഞാലിൽ ഇരുത്തി ആട്ടുന്നതാണ്. ഇത് ആരോടെങ്കിലും പറയുന്ന പക്ഷം മരിച്ചു പോകും എന്ന് ദേവി കുഞ്ഞിന്റെ അമ്മയോട് പറഞ്ഞത്രേ. 100 വയസ്സിന് ശേഷം ആ അമ്മ കോവിലിൽ വന്ന് അവിടെയുണ്ടായിരുന്ന ഭക്തജനങ്ങളോട് ഇത് പറയുകയും അതിനുശേഷം അവർ മരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ പുറ്റുവടിവത്തിലുള്ള ഗർഭഗൃഹത്തിൽ അഴിയ ഇലങ്കയമ്മൻ തലകീഴായി നല്ല ഉയരമുള്ള മൺപുറ്റിനുള്ളിൽ പാദങ്ങൾ മാത്രം ഭക്തർക്ക് കാണാവുന്ന തരത്തിൽ ദർശനം തരുന്നു.
അമ്പാളുടെ കാൽപാദത്തിലെ വിരലുകൾ വടക്ക് ദർശനമായാണ് കാണപ്പെടുന്നത്. വളരെ ശക്തിയുള്ള അമ്മനാണിത്. ദിനവും നാഗങ്ങൾ അമ്മൻ ശിലയെ പൂജിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. പൂജാരിക്ക് പോലും കതകിൽ മുട്ടി അനുവാദം ചോദിച്ച ശേഷമേ കരുവറ തുറക്കാൻ അനുമതിയുള്ളൂ. ദേവി ഇവിടെ ലക്ഷ്മിയായും ദുർഗയായും സരസ്വതിയായും ദർശനം തരുന്നു. കോവിലിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു വലിയ മൺപുറ്റുണ്ട്. രാഹുകേതു ദോഷങ്ങൾ, നാഗദോഷം, ചൊവ്വാദോഷം, വിവാഹ സന്താന തടസ്സങ്ങളുള്ളവർ ഈ പുറ്റിന് മഞ്ഞൾ കുങ്കുമം പൂശി പാൽ ഇളനീർ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷം നീങ്ങും എന്നാണ് വിശ്വാസം. ആഗ്രഹങ്ങൾ സാധിച്ച ഭക്തരിൽ പുരുഷന്മാർ അംഗപ്രദക്ഷിണവും സ്ത്രീകൾ അടിപ്രദക്ഷിണവും വഴിപാടായി നിറവേറ്റുന്നു. 1100 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ 3 മുനീശ്വരന്മാർ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഏതു വിധത്തിലുള്ള അസുഖങ്ങളും ഈ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചാൽ മാറുമെന്നാണ് വിശ്വാസം. വളരെ ശക്തിയുള്ള ഈ മുനീശ്വരന്മാരെ പ്രാർത്ഥിച്ചാൽ ഗർഭകാല പ്രശ്നങ്ങൾ മാറും, പ്രേതഭൂതാദികൾ അടുക്കില്ല, സുഖപ്രസവം നടക്കും എന്നാണ് ഐതിഹ്യം. വീട്ടിലെ കന്നുകാലികളുടെയും വളർത്തുമൃഗങ്ങളുടെയും ആരോഗ്യത്തിനായി ഭക്തർ പശുവിന്റെയും നായകളുടെയും എല്ലാം മൺശിലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിൽ നന്ദി ഭഗവാന് ഒരു മണ്ഡപവും പശു മൺപൂറ്റിന് പാൽ ചുരുത്തുന്ന ശില്പത്തിന് ഒരു മണ്ഡപവും വിനായകർക്കും 27 നക്ഷത്രങ്ങൾക്കും അത്തനൂർ അമ്മനുമായി 3 സന്നിധികളുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ ദീപാവലിക്ക് ശേഷം വരുന്ന ആദ്യ വെള്ളിയാഴ്ച നടക്കുന്ന ഉത്സവം വളരെ പ്രസിദ്ധിയുള്ളതാണ്. കായ്വെട്ടിപ്പോടുതൽ എന്ന ചടങ്ങിൽ ആരംഭിച്ച് ദീപസ്തംഭത്തിൽ തുണിത്തിരിയിട്ട് കത്തിക്കുന്നതോടെയാണ് ഉത്സവം സമാപിക്കുന്നത്. കായ്വെട്ടിപ്പോടുതൽ എന്നത് ഉത്സവത്തിന് മുമ്പ് ഒരു പശുവിനെ വാഴപ്പഴത്തോട്ടത്തിൽ വിട്ട് ആ പശു ആദ്യം ഏത് വാഴയിൽ സ്പർശിക്കുന്നുവോ ആ വാഴയിലെ കുലവെട്ടി പഴുപ്പിച്ച് ദേവിക്ക് നിവേദിക്കുന്നതാണ്. ഉത്സവത്തിന് 3 ദിവസം മുമ്പേ ഗ്രാമവാസികൾ വ്രതം ആരംഭിക്കും. ആ ദിവസങ്ങളിൽ ഗ്രാമവാസികൾ ആരും തന്നെ അരിഭക്ഷണം കഴിക്കില്ല. കേഴ്വരക്, കമ്പ്, ഗോതമ്പ് എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് കഴിക്കുന്നത്. അതല്ലാതെ എണ്ണ ഉപയോഗിക്കില്ല, കട്ടിലിൽ കിടക്കില്ല. ഉത്സവ ദിവസം സ്ത്രീകൾ വെള്ളപ്പൊടവയണിഞ്ഞ് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നു. ദേവിക്കും വ്രതപ്രകാരമാണ് നൈവേദ്യ സമർപ്പണം. അവസാന ദിവസം ക്ഷേത്രത്തിൽ ആടുകളെ ബലിയർപ്പിക്കുന്ന സമ്പ്രദായവും നിലവിലുണ്ട്. ഇതല്ലാതെ സാധാരണ അമ്മൻ കോവിലിലുള്ള പ്രധാന ദിവസങ്ങളെല്ലാം തന്നെ ഇവിടെയും ആഘോഷിക്കുന്നു. ക്ഷേത്രവൃക്ഷം വേപ്പ്, ക്ഷേത്രതീർത്ഥം കാവേരി നദി. അഥർവ ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പൂജാ സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ഉത്സവ ദിവസങ്ങളിൽ രാത്രിയും പകലും ക്ഷേത്രം തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ രാശിപുരത്ത് നിന്ന് 2 കിലോമീറ്റർ, നാമക്കല്ലിൽ നിന്ന് 30 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നാമക്കൽ, മോഹനൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.